ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഫിറോസ് ദാദു. ഇന്ന് കൂട്ടുകാരുടെ മുമ്പ് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ചെറിയ അറിവാണ്, എങ്കിലും ഒരുപാട് ആളുകൾക്ക് ചിലപ്പോൾ വലിയ അറിവായിരിക്കും. നമ്മളെല്ലാവരും ഫോട്ടോ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ അല്ലെങ്കിൽ ഐഡന്റിറ്റി കാർഡ് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി പല കൂട്ടുകാരും സ്റ്റുഡിയോയിൽ പോകാറുണ്ട്. പക്ഷെ നമുക്ക് സ്റ്റുഡിയോയിൽ പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് എഡിറ്റ് ചെയ്ത് അതിന്റെ പ്രിന്റ് നമുക്ക് എടുക്കാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ ആപ്ലിക്കേഷനിലൂടെ സ്റ്റുഡിയോയിൽ അവർ എങ്ങനെയാണോ ഫോട്ടോ എഡിറ്റ് ചെയ്തത് അതേ രീതിയിൽ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് മാറ്റി, അതുപോലെ തന്നെ നമുക്ക് ആ ഫോട്ടോ ഏത് സൈസിലാണ് വരുന്നത്, പാസ്പോർട്ട് സൈസ് ഒരു സൈസാണ്, അതുപോലെ തന്നെ ഐഡന്റി കാർഡിന് ഒരു സൈസാണ്. അങ്ങനെ ഓരോ ബാങ്കിലേക്ക് ചെല്ലുമ്പോഴും നമുക്ക് അതിന്റെ ഫോട്ടോക്കും വ്യത്യസ്തമായ സൈസുകളാണ് വരാറ്. ആ സൈസിൽ നമുക്ക് ഫോട്ടോ എഡിറ്റ് ചെയ്തതിനു ശേഷം നമുക്കത് പ്രിന്റ് ഔട്ട് എടുത്ത് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന ആപ്ലിക്കേഷനാണ്. തീർച്ചയായും നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ പരമാവധി നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യണം. കാരണം 10 രൂപ അല്ലെങ്കിൽ 20 രൂപയൊക്കെ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഇപ്പൊ നാട്ടിലാണെങ്കിൽ 50-100 വില തോന്നുന്നു, ഗൾഫ് രാജ്യങ്ങളാണെങ്കിൽ 10 റിയാലാണ്. വെറുതെ കളയണ്ട. നിങ്ങൾക്ക് 1 രൂപ ചെലവിൽ നമ്മുടെ ഫോട്ടോ പ്രിന്റ് എടുക്കാൻ സാധിക്കുന്ന ആപ്ലിക്കേഷനാണ്. തീർച്ചയായും നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ അവസാനം വരെ കാണുക. ഓക്കെ ഫ്രണ്ട്സ്, ഞാൻ നേരത്തെ പറയാത്ത ഒരു കാര്യം കൂടി കൂട്ടുകാരെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. നമുക്കൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ നമുക്ക് എടുക്കണമെങ്കിൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഒറ്റ കളറായിരിക്കണം. ഒരു ബ്ലൂവോ അല്ലെങ്കിൽ ഒരു ബ്ലാക്കോ അല്ലെങ്കിൽ വൈറ്റോ അങ്ങനെ എന്തെങ്കിലും കളർ ആയാൽ മാത്രമേ പാസ്പോർട്ടിനൊക്കെ നമുക്ക് കൊടുക്കാൻ അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആദ്യം നമ്മുടെ കയ്യിലുള്ള ഒരു ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്യണം. ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ നിർമ്മിക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം എല്ലാത്തരം ഫോട്ടോ നമുക്ക് ഇതുപോലെ എവിടെയും ഓഫീസിലൊന്നും കൊടുക്കാൻ സാധ്യമല്ല, അവർ സ്വീകരിക്കുകയില്ല. അങ്ങനെ ഒരു സാഹചര്യങ്ങളിൽ നമുക്കൊരു വെബ്സൈറ്റ് കൂടി ആവശ്യമുണ്ട്. ആ വെബ്സൈറ്റിൽ ലിങ്ക് ഞാൻ കൂടെ ചേർക്കുന്നുണ്ട്. ആ വെബ്സൈറ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. വെബ്സൈറ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് മുഴുവൻ കട്ട് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെ കട്ട് ചെയ്യാൻ നോക്കാം. ആദ്യം ഞാൻ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തു. വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുക. ഇവിടെ നിങ്ങൾ സെലക്ട് ഫോട്ടോ എന്നുള്ള ഭാഗം കാണാൻ സാധിക്കും. അതിൻ്റെ മുകളിൽ കൂട്ടുകാർ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ആവശ്യമുള്ള ഫോട്ടോ നമ്മുടെ ഗാലറിയിൽ നിന്ന് സെലക്ട് ചെയ്യുക. ഞാൻ എൻ്റെ ഗാലറിയിൽ നിന്ന് ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാം. വാട്സപ്പിൽ വന്നിട്ടുള്ളൊരു ഫോട്ടോ എടുക്കാം. വാട്സപ്പിൽ ഓക്കെ, ഈ താഹിർ ബാബു ഒറ്റപ്പാലം എന്ന് പറയുന്ന ഈ സുഹൃത്തിൻ്റെ ഈ ഫോട്ടോ സെലക്ട് ചെയ്തു. ഇപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാണാൻ സാധിക്കും. ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നമുക്ക് മായ്ക്കണം. ഓക്കെ, അത് മായ്ക്കാൻ വേണ്ടി ജസ്റ്റ് ഈ ഒരു ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു അല്പം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോസസ്സിങ് നടക്കും. പ്രോസസ്സിങ് നടത്തി കഴിഞ്ഞാൽ ഇതുപോലെ ഫോട്ടോ ആയി വരും. ഓക്കെ, ഇതുപോലെ ഫോട്ടോ ആയി വന്നതിന് ശേഷം നമുക്ക് താഴെ എഡിറ്റ് എന്നുള്ള ഭാഗം കാണാൻ സാധിക്കും. ഇതിൽ ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ കട്ട് ചെയ്ത ഭാഗമാണ്. ഇതിൽ എഡിറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിന്നുകൊണ്ട് നമുക്കിതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് എന്തെങ്കിലും ഒറ്റ കളർ കൊടുക്കണം. അതിന് നമ്മൾ കളർ എന്നുള്ള ഈ സെക്ഷൻ തിരഞ്ഞെടുക്കുക. കളർ എന്നുള്ള സെക്ഷൻ തിരഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ളൊരു കളർ, അപ്പോൾ നമുക്കൊരു ബ്ലൂ ആണ് വേണ്ടത്. ഓക്കെ, താഴെ ബ്ലൂ ഉണ്ട്. ഓക്കെ, അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ബ്ലൂ ആയി. ബ്ലൂ ആയതിനു ശേഷം നമുക്കൊന്ന് താഴത്തേക്ക് സ്ക്രോൾ ചെയ്യാം. ഇനി നമുക്കിതൊന്ന് സേവ് ചെയ്യണം. സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പച്ച ബട്ടൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുക. ഈ പച്ച ബട്ടൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഡൗൺലോഡ് ബട്ടൺ വന്നു. ഡൗൺലോഡ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മൊബൈലിലേക്ക് ഓട്ടോമാറ്റിക്കായി ഡൗൺലോഡായി ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ ആ ഫോട്ടോ നിങ്ങൾക്കുള്ള ഒരു പാസ്പോർട്ട് സൈസിൻ്റെ ഫോട്ടോ ആയി ഇവിടെ വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിപ്പോൾ ഒറ്റ ഫോട്ടോ ആണ്. ഇനി നമുക്കിത് ഒരുപാട് ഫോട്ടോ ആക്കി എടുക്കണം. നമുക്ക് പൈസ ലാഭിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക, ഇനി നിങ്ങൾ ഇതിൻ്റെ കൂടെയുള്ള ആപ്ലിക്കേഷനും കൂടി നിങ്ങൾ കൂട്ടുകാർ ഇൻസ്റ്റാൾ ചെയ്യുക. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ഓപ്പണായി വരിക. ഇവിടെ നിന്ന് ഈ ഒരു ഇൻ്റർഫേസ് കഴിയുന്നവരെ കൂട്ടുകാർ വെയിറ്റ് ചെയ്യുക. ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് ഗാലറി എന്നുള്ള ഭാഗം സാധിക്കും. അതിന് മുമ്പ് നമുക്ക് എന്തെങ്കിലും സൈൻ ചെയ്തിട്ടുള്ള പേപ്പറുകളൊക്കെ പുറത്ത് കൊടുക്കണമെങ്കിൽ ഞങ്ങൾക്ക് ഈ സിഗ്നേച്ചർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നമുക്ക് ആവശ്യമുള്ളൊരു സൈനൊക്കെ ഇതിലിട്ടിട്ട് നമുക്ക് ഇതുപോലെ സേവ് ചെയ്ത് വെക്കാൻ സാധിക്കുന്നതാണ്. അത് അതിലൊരു ഓപ്ഷനാണ്. അതുപോലെ തന്നെ നമുക്ക് എങ്ങനെയാണ് ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്ത് നമുക്ക് നോക്കാം. ഗാലറി എന്നുള്ള ഭാഗത്ത് കൂട്ടുകാർ ക്ലിക്ക് ചെയ്യുക. ഗാലറി ഒന്ന് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ആ ഫോട്ടോ തിരഞ്ഞെടുക്കുക. ഈ ഫോട്ടോ ആയിരുന്നു. ഈ ഫോട്ടോ തിരഞ്ഞെടുത്തു. താഹിർ ബാബു ഒറ്റപ്പാലം എന്ന് പറയുന്ന ഒരു ചാരിറ്റി പ്രവർത്തകൻ്റെ ഫോട്ടോ ആണ്. നമുക്ക് ഏറ്റവും മുകളിൽ കാണുന്ന ടിക്ക് മാർക്ക് അവിടെ ടിക്ക് ചെയ്യുക. എന്നുവെച്ചാൽ നമുക്ക് ഇതുപോലെ സൈസ് ക്ലിയർ 3x2 എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അല്ലേ, വേണ്ട, നമുക്ക് ഇതെടുക്കാം. 3x4 എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഭാഗം മാത്രം, അതായത് ഏകദേശം നമുക്കൊരു ഫോട്ടോൻ്റെ സൈസിന് കണക്കാക്കിയുള്ളത് മാത്രം എടുക്കുക. അപ്പോൾ നമുക്ക് ഇത്ര മതി, അത്രയും വേണ്ട അല്ലേ. ഓക്കെ, ഒരു ഫോട്ടോ എടുക്കുമ്പോൾ നമുക്ക് ഇത്രയല്ലേ ഉണ്ടാവാറുള്ളൂ. ഇനി കുറക്കണോ? ഇത്ര മതി. ഏകദേശം ഏറ്റവും മുകളിൽ ടിക്ക് മാർക്ക് കൊടുക്കുക. ഇപ്പോൾ ആ ഫോട്ടോ അവിടെ വന്നു കഴിഞ്ഞു. ഇനി നമ്മൾ ഏറ്റവും മുകളിലുള്ള ടിക്ക് മാർക്ക് ഒന്നുകൂടി കൊടുക്കുക. ഇവിടെ നമുക്ക് സെലക്ട് പേപ്പർ സൈസ് എന്ന് കാണാൻ സാധിക്കും. നമുക്ക് ഒരു പേപ്പറിലായിരിക്കുമല്ലോ നമ്മൾ ഫോട്ടോ എടുക്കുക. അത് നമ്മൾ കറക്റ്റ് സെലക്ട് പേപ്പർ സൈസ് കൊടുക്കുക. ഇവിടെ നമുക്ക് എത്ര ഫോട്ടോ ഒരു പേപ്പറിൽ എത്ര ഫോട്ടോ വേണമെന്ന് ഇവിടെ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ 3 ഫോട്ടോ വേണോ അല്ലെങ്കിൽ 5 ഫോട്ടോ വേണോ, നമുക്ക് ഇഷ്ടമുള്ള അത്ര നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇവിടെ നിന്ന് 4 കൊടുത്തു. അതിനുശേഷം ഏറ്റവും മുകളിലാണ് ടിക്ക് മാർക്ക് കൊടുക്കുക. ടിക്ക് മാർക്ക് കൊടുത്തപ്പോൾ
ആറ് ഫോട്ടോ വന്നു കഴിഞ്ഞു, പാസ്പോർട്ട് സൈസ് ഫോട്ടോ. ഇനി നിങ്ങൾക്ക് പ്രിൻ്റ് എടുക്കാം. പ്രിൻ്റ് എടുക്കണമെങ്കിൽ ഈ പ്രിൻ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ കയ്യിൽ പ്രിൻ്റർ ഉണ്ടെങ്കിൽ അതിലേക്ക് കൊടുത്തിട്ട് പ്രിൻ്റ് എടുക്കാം. അതെല്ലാം നിങ്ങൾക്ക് സേവ് ചെയ്തിട്ട് ഇത് നിങ്ങൾ സ്റ്റുഡിയോയിൽ കൊണ്ടുപോയി കൊടുത്താൽ അത് നമുക്ക് പിന്നീട് ഈ ഒരൊറ്റ ഫോട്ടോ എടുക്കാൻ ലഭിക്കുക. അത് നമുക്ക് ഓരോന്നോരോന്ന് കട്ട് ചെയ്തിട്ട് പാസ്പോർട്ടിനൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ചിലവ് വെറും ₹1, അതായത് ₹1 വരുള്ളൂ. നാട്ടിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ₹10 ഒരു ഫോട്ടോ കിട്ടും. അതിന് നമുക്ക് ഓരോ ആവശ്യമുള്ള ഫോട്ടോസ് കട്ട് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് സേവ് ചെയ്ത് നോക്കാം. ഇപ്പോൾ സേവ്ഡ് ആയിട്ടുണ്ട്. അത് നമുക്ക് എത്ര വേണമെങ്കിലും വെക്കാം. ഇതിപ്പോൾ 6 കൊടുത്തിട്ടുള്ളത്. അതിന് പകരം നിങ്ങൾക്ക് 10 12 കൊടുക്കാം. ആവശ്യമുള്ള നിങ്ങൾക്ക് കട്ട് ചെയ്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ ചെറിയ അറിവ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മറ്റുള്ള കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ.